കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖിയിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മുടിയഴകിനും സ്കിൻ കെയറിനും ഒക്കെ ആയിട്ട് പുറമെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതായത് നമ്മൾ ഉള്ളിലേക്ക് എന്താണ് കൊടുക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും പലപ്പോഴും നമ്മളുടെ പുറമേയുള്ള സ്കിന്നിന്റെ ആ ഒരു ഭംഗിയും തിളക്കവും അല്ലെങ്കിൽ നല്ല മുടിയിഴകളും ഒക്കെ സ്വന്തമാകുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖിയിൽ പറയുന്നത്. അയൺ, ഫോളേറ്റ്, വൈറ്റമിൻ എ, സി എന്നിവ അടങ്ങിയ ചീര നമ്മുടെ സ്കാൽപ്പിന്റെ, അതായത് ശിരോചർമ്മത്തിന്റെ ആരോഗ്യം കാക്കും. മുടികൊഴിച്ചിൽ തടയാൻ സഹായിക്കും. അതുപോലെയാണ് മുരിങ്ങയില കഴിക്കുന്നത്. അപ്പോൾ ഈ ചീരയും മുരിങ്ങയിലയൊക്കെ നമുക്ക് ധാരാളമായി ലഭിക്കുന്നതാണല്ലേ. അപ്പോൾ അത് മിക്കവാറും ദിവസങ്ങളിൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ആരോഗ്യമുള്ള മുടിയിഴകൾക്ക് പ്രോട്ടീനും ബയോട്ടിനും ആവശ്യമാണ്. പലപ്പോഴും പലരും ബയോട്ടിൻ സപ്ലിമെന്റ്സ് കഴിക്കാറുണ്ട് അല്ലെ. അത് നമുക്ക് വളരെ ആവശ്യമാണ്. ഈ പോഷകങ്ങൾ മുടിക്ക് ലഭിക്കാൻ എല്ലാ ദിവസവും മുട്ട നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ചിക്കൻ, പാലുൽപ്പന്നങ്ങൾ, പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവ കഴിക്കുന്നതും നല്ലതാണ്. അതുപോലെ ബദാം, വാൾനട്ട്, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, മത്തൻ വിത്ത് തുടങ്ങിയ നട്ട്സുകളിലും ഈ വിത്തുകളിലുമൊക്കെ മുടിക്ക് വേണ്ട പോഷകങ്ങളായ ഒമേഗ 3 ഫാറ്റി ആസിഡ്, സിങ്ക്, വൈറ്റമിൻ ഇ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ സ്കാൽപ്പിന് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ആ ഒരു മുടിയുടെ എൻഡിലും നല്ല കരുത്തുറ്റതായി വളർന്നു വരും. അതുകൊണ്ട് താരനും വരൾച്ചയും ഒക്കെ അകറ്റി നമ്മുടെ സ്കാൽപ്പ് ആരോഗ്യമുള്ളതാക്കാൻ ബീറ്റ കരോട്ടിനും വൈറ്റമിൻ എയും അടങ്ങിയ മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. മധുരക്കിഴങ്ങും നമുക്ക് സുലഭമായി ലഭിക്കുന്നതാണ്. അത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുന്നത് ഒരുപാട് ആരോഗ്യപരമായി നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് അത് അവരവർക്ക് ഏറ്റവും ചേരുന്ന, അതായത് അലർജി ഒന്നും ഇല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ, ആ ഒരു ഇത്രയും ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഈ ഒരു ഡയറ്റ് ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. അത് നമുക്ക് എന്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രശ്നമില്ലാത്തത് എന്നൊക്കെ നമുക്ക് തന്നെ അറിയാം അല്ലേ. അതുപോലെ ഒരു കറക്റ്റ് ഡയറ്റ് നമ്മൾ ഇതെല്ലാം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക മാക്സിമം. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഗൂഗിൾ എടുത്താൽ നല്ലതുപോലെ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ വൈറ്റമിൻസ് അടങ്ങിയതാണെന്ന്. അപ്പോൾ നമുക്ക് സുലഭമായി കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. വളരെയധികം വിലയൊന്നും കൊടുക്കേണ്ട. ഇതുപോലെ ഇതിന്റെ കൂടെ ഫ്രൂട്ട്സും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതും പപ്പായ പോലുള്ള ഫ്രൂട്ട്സിൽ വളരെയധികം വൈറ്റമിൻസും നമ്മുടെ സ്കിന്നിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോയാൽ എപ്പോഴും ഹെയർ ആണെങ്കിലും സ്കിന്നാണെങ്കിലും ഒക്കെ വളരെ നല്ലതായിട്ടിരിക്കും. അതുപോലെ പുറമെയുള്ള പരിചരണവും അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച പുതിയ ടിപ്സുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.